ഹലോ നമസ്കാരം, ബെൽറിഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ചെറിയൊരു കുഞ്ഞ് ഈസോപ്പ് കഥയാണ്. കഥയുടെ പേര് കുരങ്ങനും കുറുക്കനും. ഈസോപ്പ് കഥകൾ നമുക്കറിയാം, ഈസോപ്പ് ഫേബിൾസ് അല്ലേ. അതിൽ നമ്മൾ പറയുന്ന കഥകൾ വളരെ കുഞ്ഞു കുഞ്ഞു കഥകളായിരിക്കും, പക്ഷെ അതിനെല്ലാത്തിലും ഒരു ഗുണപാഠം എന്നുള്ളത് ഉണ്ടാവും. അതുപോലത്തെ ഒരു കുട്ടിക്കഥയാണ് ഇന്നത്തെ കഥ, കുരങ്ങനും കുറുക്കനും. കഥ തുടങ്ങാം. ഒരു ദിവസം കാട്ടിലെ മൃഗങ്ങളെല്ലാവരും ചേർന്ന് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒത്തുകൂടി. അപ്പോൾ അവരെല്ലാവരും ചേർന്നിട്ട് ഒരു കാര്യം തീരുമാനിക്കാനായിരുന്നു ഒത്തുകൂടിയത്. നേതാവില്ല. അപ്പോൾ ഒരു നേതാവായിട്ട് നമുക്ക് കുരങ്ങനെ ആക്കിയാലോ. കുരങ്ങനാവുമ്പോൾ കാണാനിത്തിരി എന്താ പറയുക, കൈ വെച്ചിട്ടും ഉപയോഗിക്കാം, കാല് വെച്ചിട്ടും ഉപയോഗിക്കാം, എല്ലാ പ്രവൃത്തികളും ചെയ്യാൻ പറ്റുന്ന കഴിവുള്ള ഒരാളല്ലേ. എന്നൊരു കാര്യം ചെയ്യാം. എല്ലാവരും തീരുമാനിച്ചു, കുരങ്ങനെ നമുക്ക് നേതാവാക്കി പ്രഖ്യാപിച്ചാലോ എന്ന്. കുറുക്കന് അത് കേട്ടിട്ട് അത്രയ്ക്കും ഇങ്ങോട്ട് രസിച്ചില്ല. എങ്കിലും ഇനി നമ്മളായിട്ട് ഒറ്റയ്ക്ക് വന്നിട്ട് ചെയ്യണ്ട, ആക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വാക്ക് തർക്കത്തിൽ കലാശിക്കും, ആർക്കോട്ടും ഇഷ്ടപ്പെടില്ല. ഒരു കാര്യം ചെയ്യാം, സമയം കിട്ടും എൻ്റെ കയ്യിൽ. കുറുക്കൻ സ്വതവേ ഭയങ്കര ബുദ്ധിശാലിയാണെന്നാണ് നമ്മൾ, കൗശലക്കാരനായ കുറുക്കൻ എന്നാണ് നമ്മൾ എപ്പോഴും കഥകളിൽ കേൾക്കാറുള്ളത്. അതുപോലെ തന്നെ കുറുക്കൻ മിണ്ടാതിരുന്നു. കുരങ്ങനെ എല്ലാവരും അങ്ങനെ നേതാവായി പ്രഖ്യാപിക്കുകയും ചെയ്തു. കുറുക്കൻ എല്ലാവരും കൂടലെല്ലാം കഴിഞ്ഞ് അവനവൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയപ്പോൾ കുറുക്കൻ മെല്ലെ നേതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. അങ്ങനെ കുരങ്ങൻ നേതാവ് കിരീടമൊക്കെ വെച്ച് ഇരിപ്പുണ്ട്, കണ്ടോ ചിത്രത്തിൽ കാണുന്ന പോലെ. കുറുക്കൻ മെല്ലെ ചെന്നിട്ട് നേതാവിൻ്റെ ചെവിയിൽ ചെന്ന് പറഞ്ഞു, അങ്ങാണല്ലോ പുതിയ നേതാവ്, എനിക്ക് ഒരു ചെറിയ സഹായം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ കുരങ്ങൻ ചോദിച്ചു, പിന്നെന്താ, നേതാവായ സഹായിക്കാതിരിക്കാൻ പറ്റൂ, പിന്നെന്താ, നിനക്ക് എന്ത് സഹായം വേണമെങ്കിൽ നീ ചോദിച്ചോളൂ എന്ന് പറയും. അപ്പോൾ കുറുക്കൻ പറയും, കാട്ടിലൊരിടത്ത് ഞാനൊരു നിധി കണ്ടെത്തിയിട്ടുണ്ട്, പക്ഷേ അതങ്ങോട്ട് എടുക്കാൻ എന്നെക്കൊണ്ട് പറ്റിയിട്ടില്ല. എൻ്റെ കൂടെ വന്നാൽ ഞാൻ കാണിച്ചു തരാം അതെന്താന്ന്. അങ്ങിപ്പോൾ നേതാവായ സ്ഥിതിക്ക് അങ്ങത് എടുക്കുകയും ചെയ്തോളൂ, എനിക്കിപ്പോൾ വേണമെന്നൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് എൻ്റെ വക ഒരു സമ്മാനമായിരിക്കട്ടെ എന്ന് പറയും. അപ്പോൾ കുരങ്ങനെ ഭയങ്കര സന്തോഷം തോന്നായി. അത് കൊള്ളാലോ, നിധിയൊട്ട് കിട്ടുകയും ചെയ്യും, നമ്മൾ വലിയ ആളായതുകൊണ്ട് നമുക്ക് തന്നെ മുഴുവനായിട്ട് കിട്ടും, അവൻ കാണിച്ചും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കുരങ്ങനെ ഭയങ്കര സന്തോഷമായി. കുരങ്ങൻ ഓടി കുറുക്കൻ്റെ പിന്നാലെ ചെന്നു. കുറുക്കൻ അതാ വെച്ച് പിടിക്കുന്നു ആരോരും ഇല്ലാത്ത ഏതോ ഒരു ഭാഗത്ത്. എന്നാലോ ചെന്നെത്തിയത് എവിടെയാ, കതക് തുറന്ന ആളുടെ തലയിൽ വീഴാൻ പാകത്തിലുള്ള ഒരു കെണി. കാടാവുമ്പോൾ മൃഗങ്ങളെ പിടിക്കാൻ വേണ്ടിയിട്ട് പല നായാട്ടുകാരും കെണികൾ ഒരുക്കിയിട്ടുണ്ടാവില്ലേ. അങ്ങനെ ഒരു കെണി കുറുക്കൻ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ആ കെണിയിലോട്ടാണ് കുരങ്ങനെയും വിളിച്ച് കൊണ്ട് ചെന്നത്. എന്നിട്ട് അവിടെ ചെന്നതും കുറുക്കൻ എന്ത് പറഞ്ഞു, കുരങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു, ദാ ഇവിടെയാണ് ആ നിധിയുള്ളത്, അങ്ങാണല്ലോ നേതാവ്, അപ്പം അത് എടുക്കാനുള്ള അവകാശവും അങ്ങേക്കാണിനി. സോ എടുത്താലും പ്രഭോ, അങ്ങ് ചെന്ന് എടുത്താലും എന്ന് പറയും. കുരങ്ങൻ അതെന്താന്ന് പോലും ചിന്തിക്കില്ല. വേഗം ഓടിച്ചെന്ന് എടുക്കാമെന്ന് പറഞ്ഞാൽ ചാടി വീണ് സ്വന്തം കൈ അങ്ങോട്ട് എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് പെറുക്കിയെടുക്കാൻ വേണ്ടി കൈയിടും. കൈ ഇട്ട പാടെ പടക്കെന്ന് വന്നിട്ട് കെണി അങ്ങോട്ട് വന്ന് കയ്യിൽ കുടുങ്ങും. മുള്ളുവല വന്നങ്ങോട്ട് കയ്യിൽ കുടുങ്ങും. കുറുങ്ങൻ അയ്യോ എന്നും പറഞ്ഞ കുരങ്ങൻ നിലവിളിക്കും. കുറുക്കൻ ഇതെന്നെ കിട്ടിയ സമയം എന്നും പറഞ്ഞ ആ തക്കത്തിന് എല്ലാവരും ഊരിയിട്ട് വിളിച്ചു വരുത്തും. എല്ലാ ചങ്ങാതിമാരും എല്ലാ മൃഗങ്ങളും അവിടെ ഒത്തുകൂടും. അവരോടായിട്ട് പറയും, ദാ കണ്ടോ നമ്മളെല്ലാവരും കൂടെ തിരഞ്ഞെടുത്ത നമ്മുടെ നേതാവിൻ്റെ അവസ്ഥ, എന്താ ഏതാണെന്നറിയാതെ ചെന്ന് കൈയിട്ട് കൊടുത്തിരിക്കണു, ദാ ഇപ്പം പെടുകയും ചെയ്തു. വല്ലവരും വെച്ച കെണിയിൽ ചെന്ന് കൈയിടാൻ പാകത്തിനുള്ള ഇയാളെയാണോ നമ്മൾ നേതാവായി പ്രഖ്യാപിക്കുന്നത്? അയ്യേ മോശം മോശം, ഇയാൾക്ക് സ്വന്തം ജീവൻ രക്ഷിക്കാനേ വയ്യ, പിന്നെയാണ് നമ്മുടെ അവസ്ഥ. അവനെങ്ങനെയാ സ്വന്തം ജീവൻ രക്ഷിക്കാൻ പറ്റാതെ എല്ലാത്തിലും ചെന്ന് എടുത്തു ചാടുന്ന ഇവനെ നമ്മൾ എങ്ങനെ നമ്മുടെ നേതാവാക്കും? തെറ്റായി പോയില്ലേ എന്ന് ചോദിക്കും. എല്ലാവരുമായിട്ട് കുറുക്കനിത് ചോദിക്കും. അത് കാണുന്ന അവിടെ ചെന്ന് വന്ന മൃഗങ്ങൾക്ക് എല്ലാവർക്കും തോന്നും, സത്യം തന്നെ കുറുക്കൻ പറയുന്നത്, ഈ സ്വന്തം ജീവൻ പോലും നോക്കാൻ വയ്യാത്ത ഈ കുരങ്ങനെയാണോ നമ്മളിപ്പോൾ നേതാവാക്കി പ്രഖ്യാപിച്ചത്? വളരെ മോശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇയാളെ നേതാവാക്കണില്ല എന്ന് എല്ലാവരും ചേർന്ന് തീരുമാനിക്കും.
പകരം ഒരു നേതാവിനെ തീരുമാനിക്കണ്ടേ? എല്ലാവരും ഒറ്റ സ്വരത്തിൽ അങ്ങ് പറയും, ഈ കെണിയിൽ വെച്ച കുറുക്കനെ കണ്ടുപിടിക്കാനെങ്കിലും നിനക്ക് കഴിഞ്ഞു കുറുക്ക. ഈ കുരങ്ങനെ നമുക്ക് എന്തായാലും നേതാവായിട്ട് വേണ്ട, താങ്കൾ തന്നെ നേതാവായിക്കോളൂ എന്ന് പറഞ്ഞ് എല്ലാവരും ചെയ്യുന്നു കുറുക്കനെ നേതാവായി പ്രഖ്യാപിക്കും. കുറുക്കൻ ഉള്ളുകൊണ്ട് ചിരിക്കും. പാവം കുരങ്ങൻ എന്ത് ചെയ്യാൻ? അവനെ എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുത്തുന്നത് പോലെ കാണിച്ച് കുരങ്ങനെ രക്ഷപ്പെടുത്തി വിടും കുറുക്കൻ. കുരങ്ങൻ ആകെ ജാള്യത കൊണ്ട് ഒരു വഴിയില്ലാതെ അവിടെ നിന്ന് അങ്ങ് പോവും. താൻ ഉദ്ദേശിച്ച കാര്യം വളരെ എളുപ്പത്തിൽ സാധിച്ചെടുക്കാൻ പറ്റിയ കുറുക്കനോ സന്തോഷത്തോടു കൂടെ നേതാവായി പിന്നീടുള്ള ദിവസങ്ങളിൽ അങ്ങ് ജീവിക്കും. ഇതാണ് ഇന്നത്തെ കുട്ടിക്കഥ. ഇതെന്ന് എന്താ മനസ്സിലായത്? എടുത്തു ചാടി ഒന്നും ചെയ്യരുത്, കൂടെയുള്ളവരെ അപ്പാടെ അങ്ങ് വിശ്വസിക്കരുത്. ഇത് രണ്ടും ഇതെന്ന് പഠിക്കുന്ന ഗുണപാഠങ്ങളാണ്. കാരണം കൂടെയുള്ള കുറുക്കനെ അപ്പാടെ വിശ്വസിച്ചുകൊണ്ടാണ് ചെന്ന് കൈയിട്ട് കൊടുത്തുകൊണ്ടാണ് കുരങ്ങൻ്റെ കൈ അതിൻ്റെ അകത്ത് കുടുങ്ങിയത്. അതോടുകൂടെ രാജപദവിയും പോയി, നേതാവിൻ്റെ പദവിയും പോയി, ആളുകളുടെ ഗൗക്കും വിളിയും ഒക്കെ കേൾക്കേണ്ടിയും വന്നു. അതുപോരാതെ തന്നെ എന്താ ഏതാന്ന് നോക്കാതെ എടുത്തു ചാടി കൊണ്ടുപോയല്ലേ കൈയിട്ടത്. അതാണ് പറയുന്നത്, നമ്മൾ എടുത്തു ചാടി ഒരു പ്രശ്നത്തിലും ചെന്ന് വീണു കൊടുക്കരുത്. എന്ത് ചെയ്യുമ്പോഴും ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ കഥ എത്രയേ ഉള്ളൂ. ഇന്നത്തെ കുട്ടിക്കഥ ഇത്രയേ ഉള്ളൂ. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ വളരെ കുഞ്ഞു കഥയായിട്ട് ഉറങ്ങുന്നതിന് മുന്നെയെങ്കിലും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണേ. കുഞ്ഞുങ്ങൾക്ക് നല്ലോണം ഇഷ്ടപ്പെടുകയും ചെയ്യും, കാര്യം മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ പിന്നീട് വേറൊരു നല്ല കഥയായിട്ട് പിന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ. പിന്നൊരു കാര്യം, ആരെങ്കിലും ബെൽഡീറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ? ബെൽഡീറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ടാറ്റാ.